പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും നോവലെഴുത്തുകാരനുമായ റഫീഖ് അഹമ്മദ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ. വളർത്തി വലുതാക്കിയവർ വൃദ്ധരായാൽ തങ്ങൾക്ക് ബാധ്യതയാവുമെന്ന് കരുതി ഉപേക്ഷിക്കുന്ന വർത്തമാന സമൂഹത്തിനുള്ള മറുപടിയാണ് ഈ കവിത. വാർദ്ധക്യത്തിൽ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ഒരമ്മയുടെ ചിത്രം കവി ഭാവതീവ്രമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ഭാര്യയുടെ നിർബന്ധത്തിനു വഴങ്ങി തന്നെ വളർത്തി വലുതാക്കിയ അമ്മയെ ഉപേക്ഷിക്കുവാൻ കാറിൽ കയറ്റി പോവുകയാണ് മകൻ. ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് തന്നെ താനാക്കിയ അമ്മയുടെ കരുതലിനെ മകൻ ഓർമ്മിച്ചു പോകുന്നതും പശ്ചാത്തപിക്കുന്നതും ഈ കവിതയിൽ കാണാം. പാഠം അമ്മത്തൊട്ടിൽ. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെയിരുത്തിയിട്ട് ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ. ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തോരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തോരിരുളിടം. പക്ഷെ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നെയും മുന്നോട്ട്. വെട്ടമില്ലാളില്ല. കുട്ടി ഏകാന്തത കണ്ണ് പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും. പിച്ചിയതാര്? കരിഞ്ഞൊരിക്കൈകളോ? പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. എങ്ങിനെ കൊണ്ടിറക്കേണ്ടു? സ്വയം ബുദ്ധികെട്ടു കരിന്തിരിയാളും വരെ അവർ. ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. ആരാണ് മുന്നിൽ? പുറത്തേക്കശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? ഏറെ തണുക്കുന്നു. ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു. കരിമ്പടം. അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്. വിഷുവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ. തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി. പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞ് മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ. എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം?